മറ്റെല്ലാ വിഭാഗങ്ങൾക്കും പണം അനുവദിക്കുമ്പോൾ സാധാരണക്കാർക്ക് അന്നം എത്തിക്കുന്നതിന് വേണ്ടി കഷ്ടപ്പെടുന്ന റേഷൻ വ്യാപാരികളോട് മാത്രം ധനവകുപ്പ് ചിറ്റമ്മ നയം പുലർത്തുകയാണെന്ന് റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ ഓർഗനൈസിംഗ് സെക്രട്ടറി വി ജോസഫ് അഭിപ്രായപ്പെട്ടു. സംയുക്ത റേഷൻ കോർഡിനേഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംസ്ഥാന വ്യാപകമായി നടത്തുന്ന സമരപരിപാടികളുടെ ഭാഗമായി വൈക്കം താലൂക്ക് സപ്ലൈ ഓഫീസിന് മുൻപിൽ വ്യാപാരികൾ കടകളടച്ച് നടത്തിയ ധർണാ സമരം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. അതുപോലെ വേതന പാക്കേജ് പരിഷ്കരിക്കുമെന്നും പറഞ്ഞു. പക്ഷെ നാളിതുവരെ യാതൊരു നീക്കവും നടന്നിട്ടില്ല. ഇന്നലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഒരു പ്രസ്താവന കാണുവാനിടയായി. വേതന പാക്കേജ് പരിഷ്കരിക്കുവാൻ ഇന്ന് ഗവൺമെന്റിന് നിവൃത്തിയില്ല. കടുത്ത സാമ്പത്തിക പരാധീനതയിലാണ് ഗവൺമെന്റ് നിൽക്കുന്നത്. അതുകൊണ്ട് റേഷൻ വ്യാപാരികളുടെ വേതന പാക്കേജ് ഉടനെ ഒന്നും പരിഷ്കരിക്കുവാൻ യാതൊരു മാർഗവും ഗവൺമെന്റിന്റെ മുന്നിലില്ല. അതുകൊണ്ട് സഹകരിക്കണം. നിങ്ങൾ കടകളടയ്ക്കാതെ ഞങ്ങൾ പറയുന്നത് കേട്ട് നിങ്ങളുടെ സേവനം അതിന്നും സേവനമായി മുമ്പോട്ട് കൊണ്ടുപോകണം. ഞാനൊന്ന് തിരിച്ചു ചോദിക്കുവാൻ ബഹുമാനപ്പെട്ട മന്ത്രിയോട് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നു. ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികള്, അത് മന്ത്രിമാരായാലും MLA-മാരായും നിങ്ങൾ ജനസേവകരാണ്. നിങ്ങൾ ജനസേവനം ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ ശമ്പളമോ TA-യോ DA-യോ ഇന്നുവരെ മുടങ്ങിയിട്ടുണ്ടോ? അത് മുടക്കുവാൻ നിങ്ങൾ അവസരമുണ്ടാക്കിയിട്ടുണ്ടോ? അതെല്ലാം കൃത്യമായി നിങ്ങൾ വാങ്ങുന്നുണ്ട്. പക്ഷെ ഈ രാജ്യത്ത് സൗജന്യ സേവനം ചെയ്യുന്നത് ഏക വിഭാഗം സംസ്ഥാനത്തെ റേഷൻ വ്യാപാരികളാണ്. കഴിഞ്ഞ 2 മാസത്തെ വേതന കുടിശ്ശിക ഉടൻ നൽകുക, കോവിഡ് കാലത്തെ കിറ്റ് കമ്മീഷനും ഓണത്തിന്റെ ഉത്സവകാല ഓണറേറിയവും നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധ സമരം നടത്തിയത്. താലൂക്ക് വൈസ് പ്രസിഡന്റ് ജിൻഷോ ലൂക്കോസ് അധ്യക്ഷത വഹിച്ചു. കോർഡിനേഷൻ സെക്രട്ടറി വിജയൻ ഇടയത്ത്, പ്രസിഡന്റ് ജോർജ് കുട്ടി, അജേഷ് P. നായർ, NJ ഷാജി തുടങ്ങിയവർ സംസാരിച്ചു. വനിതാ പ്രവർത്തകരടക്കം നിരവധി പേർ ധർണയിൽ പങ്കെടുത്തു. എൻലൈറ്റ് ന്യൂസ്, വൈക്കം.